ഒരു ടോപ്പിക്കാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്. അപ്പൊ നമ്മൾ ഇന്ന് ആ ടോപ്പിക്ക് പഠിച്ച് തുടങ്ങുകയാണ്. ഓക്കെ, അപ്പം പ്രധാനമായിട്ടും 3 വാക്കുകളാണ്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ പഠിക്കേണ്ട 3 വാക്കുകൾ. അതിലെ 2 വാക്കുകൾ ഈ ടോപ്പിക്ക് തന്നെ ഉണ്ട്. ഏതൊക്കെയാണ്? ടൈം, ഡിസ്റ്റൻസ്. ഒരു വാക്കെന്ന് പറയുന്നത് ഈ ടൈമും ഡിസ്റ്റൻസും തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു പ്രത്യേക രീതിയിൽ കമ്പൈൻ ചെയ്ത് നമുക്ക് സ്പീഡ് എന്ന് പറഞ്ഞ സാധനം കിട്ടും. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, സ്കൂൾ തലങ്ങളിലെ നമ്മൾ പഠിക്കുന്നതാണ്. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം, അല്ലെ? അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നതാണ് എന്ത്? സ്പീഡ്. ഓക്കെ, സോ സ്പീഡ് എസ് ഇസ് ഈക്വൽ ടു ഡി ബൈ ടി. ഇതെല്ലാവരും പഠിച്ചേ. ഇതാണ് ഈ ചാപ്റ്ററിന്റെ കീ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പൊ 3 ഇക്വേഷൻസ് ഓർത്തിരിക്കണം. ബേസിക്കലി ഇത് ഓർത്താൽ മതി. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് ഒരു ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ, അവിടുന്ന് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? സ്പീഡ് ഇൻറ്റു ടൈം എന്ന് കിട്ടും. സോറി, സ്പീഡ് ഇൻറ്റു ടൈം എന്ന് കിട്ടും. ശരിയാണല്ലോ? ആൻഡ് മൂന്നാമത്തെ ഇക്വേഷൻ, ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇങ്ങനെ 3 ഇക്വേഷൻസ് നമ്മൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? ഒന്ന്, സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. രണ്ടാമത്തെ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം. മൂന്നാമത്തെ, ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഓക്കെ, ഇനി ഇതിന്റെയൊക്കെ യൂണിറ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഡിസ്റ്റൻസ് നമുക്ക് പ്രധാനമായിട്ടും 2 യൂണിറ്റിൽ കാണിക്കാം. ഡിസ്റ്റൻസ് നമുക്കൊന്നില്ലെങ്കിൽ കിലോമീറ്ററിൽ കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കാണിക്കാം? മീറ്ററിൽ കാണിക്കാം. ടൈം എന്ന് പറയുന്നത് അവറിൽ കാണിക്കാം, അല്ലെങ്കിൽ സെക്കൻഡിൽ കാണിക്കാം. ശരിയാണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്പീഡിന് പ്രധാനമായിട്ടും നമുക്ക് 2 യൂണിറ്റ് പറയാം. ഒന്നില്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ. കിലോമീറ്റർ പെർ അവർ, ഇതാണ് സ്പീഡിന്റെ ഒരു യൂണിറ്റ്. പിന്നെ ഒരു യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് അടുത്ത യൂണിറ്റ്. ഓക്കെ, ഇപ്പൊ ഡിസ്റ്റൻസിന്റെ യൂണിറ്റുകൾ ഒന്നില്ലെങ്കിൽ കിലോമീറ്റർ അല്ലെങ്കിൽ മീറ്ററിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും കിലോമീറ്റർ, മീറ്റർ പഠിച്ചാൽ മതി. ടൈം മണിക്കൂറിലോ സെക്കൻഡിലോ ആയിരിക്കും, മിനിറ്റിലും വരാം കേട്ടോ. അപ്പം ആസ് പെർ ദ ക്വസ്റ്റ്യൻ, സമയത്തിന്റെ ജനറൽ ആയിട്ടുള്ള യൂണിറ്റുകൾ നിങ്ങൾക്ക് അറിയാം, ഡിസ്റ്റൻസിന്റെ യൂണിറ്റുകൾ അറിയാം. നമ്മുടെ ചോദ്യത്തിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത് കിലോമീറ്ററോ മീറ്ററോ ഒക്കെ ആയിരിക്കും. ഇനി വേറെ ഏതെങ്കിലും യൂണിറ്റിൽ തന്നാലും സോ കോൾഡ് ഈ യൂണിറ്റുകളിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് ബേസിക്കലി അറിയാവുന്ന കാര്യങ്ങളാണ്. ടൈം എന്ന് പറയുന്നത് മിനിറ്റിൽ വരാം. അപ്പൊ മിനിറ്റിലാണെങ്കിൽ നമുക്ക് കിലോമീറ്റർ പെർ അവറിലാണെങ്കിൽ മിനിറ്റിനെ അവറിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അതൊക്കെ ബേസിക് നോളജ് ആണ്. നമുക്ക് ഓരോ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മുടെ കീ പോയിന്റ്സ് നോക്കിക്കോളൂ. ബേസിക് കോൺസെപ്റ്റ്സ് പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം: ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ്. അതിനകത്ത് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് സ്പീഡിന്റെ പ്രധാനപ്പെട്ട യൂണിറ്റുകളും കൂടെ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. സ്പീഡിന്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന്, കിലോമീറ്റർ പെർ അവർ ആണ് ഒരു യൂണിറ്റ്. മറ്റൊരു യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഈ 2 യൂണിറ്റും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള കാരണം, ഈ 2 യൂണിറ്റുകളുടെ കൺവേർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കിലോമീറ്റർ പെർ അവറിൽ തന്നു കഴിഞ്ഞാൽ അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനും അറിഞ്ഞിരിക്കണം. മീറ്റർ പെർ സെക്കൻഡ് തന്നാൽ അതിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനും നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ആ ഒരു കൺവേർഷൻ അടിപൊളിയായിട്ട് എല്ലാവരും ഒന്ന് എഴുതി ബോക്സ് വരച്ചിടണം. കിലോമീറ്റർ പെർ അവർ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണമെങ്കിൽ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ, വലിയ ഒരാളെ ചെറിയ ഒരാളായിട്ട് കൺവേർട്ട് ചെയ്യുക. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അത് ക്ലിയർ ആയിട്ട് ഓർത്ത് വെച്ചേ. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണമെങ്കിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കി മാറ്റണമെങ്കിൽ, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കി മാറ്റണമെങ്കിൽ 18/5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 18/5 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ ആണോ നോക്കിക്കേ.
അത് നേരെ തിരിച്ചിട്ടാൽ മതി. 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ മീറ്റർ പെർ സെക്കൻഡിൽ തന്നാൽ കിലോമീറ്റർ പെർ അവർ ആക്കാനും, കിലോമീറ്റർ പെർ അവറിൽ തന്നാൽ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വലുതാണ്, അപ്പം വലിയ സംഖ്യ മുകളിൽ വരണം. ഇങ്ങനെ ആലോചിക്കുക. പ്രധാനമായിട്ടും 2 സംഖ്യകളാണ് ഈ ഒരു കൺവേർഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് സംഖ്യകൾ? 5ഉം 18ഉം. ശരിയാണല്ലോ. ഇനി അത് തിരിഞ്ഞു പോകുന്നിടത്താണ് നമുക്ക് പലപ്പോഴും പ്രശ്നം വരുന്നത്. തിരിഞ്ഞു പോകാണ്ടിരിക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. കിലോമീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡ് വലുതിൽ നിന്ന് ചെറുതിലേക്ക് മാറ്റുമ്പോൾ ചെറിയ സംഖ്യ മുകളിൽ എഴുതുക. ചെറിയ സംഖ്യ 5 ആണ്, അത് മുകളിൽ എഴുതുക. 5/18. ഇനി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ വലുതിലേക്ക് മാറ്റുമ്പോൾ വലിയ സംഖ്യ മുകളിൽ എഴുതുക. വലിയ സംഖ്യ 18. അപ്പൊ 18 മുകളിൽ എഴുതുക. 18/5. ഒരു മെമ്മറി ട്രിക്കാണ്, ഓർത്തിരിക്കാനുള്ള ഒരു വഴിയായിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കൺവേർഷൻ എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. കിലോമീറ്റർ പെർ അവറിൽ തന്നു കഴിഞ്ഞാൽ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാനും, മീറ്റർ പെർ സെക്കൻഡിൽ തന്നു കഴിഞ്ഞാൽ അതിനെ കിലോമീറ്റർ പെർ അവർ ആക്കി മാറ്റാനും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ. സോ അപ്പൊ എന്തൊക്കെ ഓർത്തിരിക്കണം? ചോദ്യങ്ങളിലേക്ക് കയറുന്നതിന് മുമ്പ് അടിസ്ഥാനമായിട്ട് നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ അവിടുന്ന് ബാക്കി 2 ഇക്വേഷൻസ്, ടൈമിനുള്ള ഇക്വേഷനും ഡിസ്റ്റൻസിലുള്ള ഇക്വേഷനും പഠിച്ചു വെക്കണം. അപ്പൊ അതെങ്ങനെ വേണമെങ്കിലും ഏത് വാല്യൂ കണ്ടുപിടിക്കാനും നമുക്ക് ചോദ്യം ചോദിക്കാം. ഇനി പ്രധാനപ്പെട്ട യൂണിറ്റുകൾ സ്പീഡിൻ്റെത് മീറ്റർ പെർ സെക്കൻഡും കിലോമീറ്റർ പെർ അവറുമാണ്. മീറ്റർ പെർ സെക്കൻഡിൽ തന്നാൽ കിലോമീറ്റർ പെർ അവർ ആക്കാനും, കിലോമീറ്റർ പെർ അവറിൽ തന്നു കഴിഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ആക്കി കൺവേർട്ട് ചെയ്യാനും ആ ഒരു കൺവേർഷൻ ഫാക്ടർ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സംഭവം സെറ്റ് അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലുണ്ടല്ലോ, എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ. എന്താണ് ടൈം, എന്താണ് സ്പീഡ്, എന്താണ് ഡിസ്റ്റൻസ്, അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ, അതിന്റെ 3 ഫോർമുലാസ്. ഇനി ആ ഒരു കൺവേർഷൻ മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റുന്ന കൺവേർഷനും കൂടെ കറക്റ്റ് ആയിട്ട് നോക്കി വെക്കെ. സെറ്റ് അല്ലേ? നമുക്ക് പതിയെ ചോദ്യത്തിലേക്ക് കയറാം. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട, ഈ ഒരു സെക്ഷനിൽ പഠിക്കേണ്ട ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോക്കിയോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A train has to cover a distance of 900 km in 25 hours. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 900 km ആണ്. സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കണം. ടൈം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 25 hours ആണ്. വാട്ട് ഷുഡ് ബി ദ സ്പീഡ് ഇൻ മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് ചോദ്യം. സ്പീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് സ്പീഡ്. ഡിസ്റ്റൻസ് ഇവിടെ 900 km ആണ്, ബൈ 25 hours ആണ്. അപ്പം കിലോമീറ്റർ പെർ അവർ എന്നുള്ള രീതിയിലാണ് നമുക്ക് യൂണിറ്റ് കിട്ടുക. കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ പക്ഷെ റെപ്രസെന്റ് ചെയ്യേണ്ട എന്തിലാണ്? മീറ്റർ പെർ സെക്കൻഡിലേക്കാണ് കാണിക്കേണ്ടത് അല്ലെ? അപ്പം 900 ഡിവൈഡഡ് ബൈ 25, ഇത് കിലോമീറ്റർ പെർ അവർ ആണ് അല്ലെ? കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ ഈ കിലോമീറ്റർ പെർ അവറിലുള്ള സാധനത്തിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റാൻ 900/25 ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം, ചെറുതിലേക്ക് മാറ്റണം. ശരിയല്ലേ? ചെറിയ സംഖ്യ മുകളിൽ 5 മുകളിൽ 18 താഴെ. ഓക്കെ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ? കട്ട് ചെയ്യാലോ? വെട്ടിച്ചുരുക്കിക്കേ. എന്ത് വരും? 5 25. ഓക്കെ അല്ലേ? സോ ദാറ്റ് ഈസ് 900 ഡിവൈഡഡ് ബൈ 8 5 40 0, ശിഷ്ടം 4, 5 4 9. 0 0 വെട്ടാലോ? 90/9 10 ആണ് ആൻസർ വരിക. 10 കിലോമീറ്റർ പെർ അവർ മാറിയിട്ട് എന്താവും? മീറ്റർ പെർ സെക്കൻഡ്. സോ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ വരുന്നത് അല്ലെ? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. രണ്ടാമത്തെ ചോദ്യം. An athlete runs an 800 meter race in 96 seconds. 800 മീറ്റർ എത്ര സെക്കൻഡിൽ കവർ ചെയ്യും? 96 സെക്കൻഡിൽ കവർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആളുടെ സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവറിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് 800 മീറ്റർ ആണ്, ബൈ 96 സെക്കൻഡ് ആണ്. സോ മീറ്റർ പെർ സെക്കൻഡ് ആണ് നിലവിലെ യൂണിറ്റ്. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കി മാറ്റണമെങ്കിൽ വലിയ സംഖ്യ മുകളിൽ 18 മുകളിൽ അല്ലെ? സോ 800 ഡിവൈഡഡ് ബൈ
96 ഇൻറ്റു 18/5. ഓക്കെ ആണല്ലോ. സോ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. 96 6 പോവല്ലോ. 1 ശിഷ്ടം 3 36. യെസ്. അപ്പൊ നമുക്ക് 6 കൊണ്ട് കട്ട് ചെയ്യാം. 3 18, 1 ശിഷ്ടം 3 36, 6 36. ശരിയാണല്ലോ. ഇനി നമുക്ക് 5ഉം 800 കൂടെ കട്ട് ചെയ്യാം. 4 5 5, ശിഷ്ടം 3 30, 6 5 30, 0 അല്ലെ. യെസ്. ഇപ്പൊ 160ഉം 16ഉം കൂടെ കട്ട് ചെയ്യാലോ. എന്ത് വരും? 10 വരും അല്ലെ. സോ 10 × 3 30 ആണ് ആൻസർ വരിക. 30 km/h ആണ് ആൻസർ വരിക. 30 km/h. സോ ഓപ്ഷൻ ഡി 30 km/h ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് ചെയ്തു വിടാവുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ. സ്പീഡ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബൈ ടൈം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ആവശ്യപ്പെടുന്ന യൂണിറ്റിൽ വേണം റെപ്രസെന്റ് ചെയ്യാൻ. അവർ km/h റെപ്രസെന്റ് ചെയ്യാനാണ് ചോദ്യത്തിൽ ആവശ്യപ്പെടുന്നത്. അപ്പൊ മീറ്റർ/സെക്കൻഡിനെ km/h മാറ്റാനായിട്ട് 18/5 കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ. സെറ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. മൂന്നാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 3. A car covers certain distance at a speed of 48 km/h in 14 hours. അതായത് സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 48 km/h ആണ് സ്പീഡ്. സമയം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 14 മണിക്കൂർ. 14 hours ആണ് സമയം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാലോ. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം. എത്ര ദൂരം കവർ ചെയ്തെന്ന് കണ്ടുപിടിച്ചോടെ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം. ശരിയാണല്ലോ. സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 48, ടൈം തന്നിട്ടുണ്ട് 14. അപ്പൊ ഇത്രയും ദൂരമാണ് അവർ കവർ ചെയ്തേക്കുന്നത്. ബാക്കി വായിച്ചു നോക്കാം. ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു കവർ ദ സെയിം ഡിസ്റ്റൻസ്. ആ സെയിം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. 48 × 14 ആണ് ഡിസ്റ്റൻസ്. അറ്റ് എ സ്പീഡ് ഓഫ് 84 km/h ട്രാവൽ ചെയ്യണം. ഓക്കെ. അപ്പൊ ടൈം കണ്ടുപിടിക്കാനാണ് ചോദ്യം. ടൈം എന്ന് പറയുന്നത് എന്താണ്? ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് സെയിം ഡിസ്റ്റൻസ് തന്നെയാണ്. 48 × 14 തന്നെയാണ് ഡിസ്റ്റൻസ്. ഡിവൈഡഡ് ബൈ സ്പീഡ് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 84 km/h ട്രാവൽ ചെയ്യേണ്ടത് അല്ലെ. 84 km/h സ്പീഡിലാണ് ട്രാവൽ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത് ചെയ്തെടുത്താൽ നമുക്ക് സമയം കിട്ടും. സോ നമുക്കിവിടെ 7 വെച്ച് കട്ട് ചെയ്യാം അല്ലെ. 7 14, 7 ശിഷ്ടം 1 14, 7 14. 12ഉം 48 കൂടെ വെട്ടാം. 4 വരത്തില്ലേ. 12 × 4 ആണല്ലോ 48. സോ 24 8 വരും ആൻസർ. 8 hours എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ അല്ലെ. സോ ഓപ്ഷൻ ബി 8 hours ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. ക്ലിയർ ആണോ നോക്കിക്കേ. സിമ്പിൾ ലെവലുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നാണ് നമ്മൾ കയറി വരുന്നത്. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. നാലാമത്തെ ചോദ്യം. A car can cover a distance of 420 km in 7 hours. ഇപ്പൊ ഡിസ്റ്റൻസ് 420 km. അതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 7 മണിക്കൂർ. How much speed should be increased to cover the distance in 6 hours? ഓക്കെ. ഇപ്പൊ നോർമലി ഇവിടുത്തെ സ്പീഡ് നമുക്കിപ്പോ കണ്ടുപിടിക്കാം. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. 420 ഡിവൈഡഡ് ബൈ 7 എത്ര വരും? എത്ര km/h ആണ്? യൂണിറ്റ് km/h തന്നെയാണ് കേട്ടോ. സോ 60 വരും അല്ലെ. 6 7 42. 60 km/h ആണ് നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്പീഡ്. ഓക്കെ. സോ 6 മണിക്കൂറിൽ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ദൂരം അത് തന്നെയാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 420 km. അപ്പം 6 മണിക്കൂറിൽ കവർ ചെയ്യണമെങ്കിൽ എത്ര സ്പീഡിൽ സഞ്ചരിക്കണം എന്നുള്ളത് നോക്കാം. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് 420 km, സമയം 6 മണിക്കൂർ. എത്രയാണ്? 6 7 ആണ് 42. സോ 70 വരും അല്ലെ. സോ 70 km/h സഞ്ചരിക്കണം. സോ 6 മണിക്കൂറിൽ 70 km/h ആണ് സഞ്ചരിക്കുക. 7 മണിക്കൂറിൽ 60 km/h സഞ്ചരിക്കുക. അപ്പം 6 മണിക്കൂറിൽ ജേർണി തീർക്കണം എന്നുണ്ടെങ്കിൽ നോർമലി ഇപ്പൊ 7 മണിക്കൂർ എടുക്കും. പക്ഷെ അത് 6 മണിക്കൂറിൽ തീർക്കണം എന്നുണ്ടെങ്കിൽ സ്പീഡ് എത്ര കൂട്ടണം? 6 മണിക്കൂർ തീർക്കണം എന്നുണ്ടെങ്കിൽ 70 km/h പോകേണ്ടത്. അപ്പൊ നിലവിൽ പോകുന്ന 60 km/h. 6 മണിക്കൂർ തീർക്കണമെങ്കിൽ
60-ൽ നിന്നും 70-ലേക്ക് എത്ര കിലോമീറ്റർ പെർ അവർ സ്പീഡ് കൂട്ടണം? 10 കിലോമീറ്റർ പെർ അവർ സ്പീഡ് നമ്മൾ കൂട്ടണം. ഹൗ മച്ച് സ്പീഡ് ഷുഡ് ബി ഇൻക്രീസ്ഡ് എന്നാണ് ക്വസ്റ്റ്യൻ. സ്പീഡ് എത്ര കൂട്ടണം? 10 കിലോമീറ്റർ പെർ അവർ സ്പീഡ് കൂട്ടിയാലേ എനിക്ക് 6 മണിക്കൂർ കൊണ്ട് ആ ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? 60 കിലോമീറ്റർ പെർ അവറിലാണ് പോകുന്നതെങ്കിൽ 7 മണിക്കൂറിലേ തീരുള്ളൂ ആ ജേർണി. 6 മണിക്കൂറിൽ തീരണമെങ്കിൽ എത്രയിൽ പോകണമായിരുന്നു എന്നാണ് ചോദ്യം. കിലോമീറ്റർ നിലവിൽ പോകുന്നതിൽ എത്ര കൂടുതൽ പോകണമായിരുന്നു എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ 6 മണിക്കൂറിൽ തീർക്കണമെങ്കിൽ 70 കിലോമീറ്റർ പെർ അവറിൽ പോകണമായിരുന്നു എന്ന് കണ്ടെത്തി. നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന 60 കിലോമീറ്റർ പെർ അവറിനേക്കാൾ എത്ര കൂടുതലാണത്? 10 കിലോമീറ്റർ പെർ അവറിൽ കൂടുതലാണ്. അപ്പം ആദ്യമേ തന്നെ ഒരു 10 കിലോമീറ്റർ പെർ അവർ കൂടുതൽ വേഗതയിൽ 60-നേക്കാളി 10 കൂട്ടി 70-ൽ പോയിരുന്നെങ്കിൽ ആ ജേർണി 6 കിലോമീറ്റർ പെർ അവർ 6 മണിക്കൂർ കൊണ്ട് തീർക്കാമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ അല്ലേ? സംഭവം സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 5-ാമത്തെ ചോദ്യം. എ മാൻ walks at a distance of 8 കിലോമീറ്റർ പെർ അവർ. 8 കിലോമീറ്റർ പെർ അവറിലാണ് ഒരാൾ സഞ്ചരിക്കുന്നത്. ആഫ്റ്റർ എവറി കിലോമീറ്റർ ഹി ടേക്സ് എ റെസ്റ്റ് ഓഫ് 4 മിനിറ്റ്. ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും ആള് 4 മിനിറ്റ് റെസ്റ്റ് എടുക്കും. ഹൗ മച്ച് ടൈം വിൽ ടേക്ക് ടു കവർ ദ ഡിസ്റ്റൻസ് ഓഫ് 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം അല്ലെ? നമുക്ക് ടൈം കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ്? 6 കിലോമീറ്റർ ആണ്. സ്പീഡ് എന്ന് പറയുന്നത് 8 കിലോമീറ്റർ പെർ അവർ ആണ്. സോ ഇത് സ്പീഡാണ്. സ്പീഡ് എന്ന് പറയുന്നത് 8 കിലോമീറ്റർ പെർ അവർ ആണ്. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് 6 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് 8 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, അപ്പൊ ആക്ച്വലി അവറിലാണ് നമുക്ക് കിട്ടുക. കിലോമീറ്റർ പെർ അവറിലായതുകൊണ്ട് ഇത് ഇത്രയും അവേഴ്സിലാണ് നമുക്കിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുക. ഇത് കട്ട് ചെയ്തെടുക്കാമല്ലോ. കട്ട് ചെയ്യുമ്പോൾ ഇത് 3 വരും, ഇത് 4 വരും. സോ ആക്ച്വലി നമുക്ക് എടുക്കുന്ന സമയം 3/4 അവേഴ്സ് ആണ് അല്ലെ? നോർമലി എടുക്കേണ്ട സമയം 3/4 അവേഴ്സ് ആണ്. പക്ഷെ ഓപ്ഷൻസ് എല്ലാം മിനിറ്റിലാണ്. അപ്പൊ മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റാനായിട്ട് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3/4 × 60. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, നമുക്ക് പറയാമത്. 1 4 4 ശിഷ്ടം 2 20 I4 20 3 × 15 എന്ന് പറഞ്ഞാൽ 45 മിനിറ്റ് ആണ് നോർമലി ഈ ഒരു ജേർണിക്ക് എടുക്കേണ്ടത്. അയാള് മര്യാദയ്ക്ക് നടന്നു പോയിരുന്നെങ്കിൽ 45 മിനിറ്റ് എടുക്കുള്ളായിരുന്നു. പക്ഷെ ആൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ 4 മിനിറ്റ് ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും മൊത്തം 6 കിലോമീറ്റർ ഉണ്ട്, ശരിയല്ലേ? മൊത്തം 6 കിലോമീറ്റർ ഉണ്ട്. അതിലെ ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും 4 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടാണ് പോകുന്നത്, ശരിയല്ലേ? ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും എത്ര മിനിറ്റ് റെസ്റ്റ് എടുക്കും? 4 മിനിറ്റ് റെസ്റ്റ് എടുക്കും. ഇപ്പൊ നോക്കിക്കേ, ടോട്ടലി എത്ര കിലോമീറ്റർ ആണ്? 6 കിലോമീറ്റർ. അപ്പൊ 1 2 3 1 പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ 1 കിലോമീറ്റർ ആവില്ലല്ലോ. 1 2 3 4 5 6. ഓക്കെ, അപ്പൊ ആദ്യത്തെ 1 കിലോമീറ്റർ കവർ ചെയ്തപ്പം ആള് 4 മിനിറ്റ് റെസ്റ്റ് എടുത്തു. വീണ്ടും അടുത്ത ഇവിടെ എത്തിയപ്പം രണ്ടാമത്തെ കിലോമീറ്റർ കവർ ചെയ്തപ്പോൾ 4 മിനിറ്റ് റെസ്റ്റ് എടുത്തു. ഇവിടെ 4 മിനിറ്റ് റെസ്റ്റ് എടുത്തു. ഇവിടെ 4 മിനിറ്റ് റെസ്റ്റ് എടുത്തു. ഇവിടെ 4 മിനിറ്റ് റെസ്റ്റ് എടുത്തു. ഓക്കെ, അടുത്ത 6-ാമത്തെ കിലോമീറ്റർ കവർ ചെയ്തിട്ട് 4 മിനിറ്റ് റെസ്റ്റ് എടുത്തോ എന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ക്വസ്റ്റ്യനിൽ അവർ പറയുന്നുണ്ട് ആ ടൈം ടേക്കൺ ടു കവർ ദ ഡിസ്റ്റൻസ്, ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന സമയത്തെ കുറിച്ച് മതി. അവിടെ എത്തിയിട്ട് പിന്നെ അയാൾ റെസ്റ്റ് എടുത്തോ എന്നുള്ളത് നമ്മുടെ വിഷയമേ അല്ല. 6-ാമത്തെ മിനിറ്റിൽ കയറി 4 മിനിറ്റ് റെസ്റ്റ് ചെയ്യിപ്പിക്കരുത്. കാരണം അയാളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞു. പിന്നെ അയാൾ റെസ്റ്റ് ചെയ്തോ, ഡെസ്റ്റിനേഷൻ എത്തുന്നത് വരെയുള്ള സമയത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. അതിനുശേഷം അയാൾ റെസ്റ്റ് ചെയ്തോ എന്നുള്ളതിന് പ്രസക്തിയില്ല, ശരിയല്ലേ? അപ്പൊ മൊത്തം അയാൾ എത്ര മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്? 1 2 3 4 5, ശരിയാണല്ലോ. അപ്പൊ 5 × 4 മൊത്തം 20 മിനിറ്റ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പൊ മര്യാദയ്ക്ക് പോയിരുന്നെങ്കിൽ 45 മിനിറ്റ് കൊണ്ട് ചെന്നേനെ. പക്ഷെ ആള് 20 മിനിറ്റ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. സോ അപ്പൊ 45 + 20 എത്ര വരും? 65 മിനിറ്റ് കൊണ്ടാണ് ആള് ആ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, ശരിയല്ലേ? 65 മിനിറ്റ് കൊണ്ടാണ് ആ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏത് ഓപ്ഷനാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി 65 മിനിറ്റ് എന്നുള്ളതാണ് ആൻസർ വരിക. 65 മിനിറ്റ് ആണ് ആൻസർ വരിക. ഓക്കെ അല്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്.
കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത് കേട്ടോ. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത നോക്കാം നമുക്ക് 6ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. എ മാൻ ട്രാവൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 42 കിലോമീറ്റർ ഇൻ 5 hours. അതായത് 42 കിലോമീറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 42 കിലോമീറ്റർ. ആള് ടോട്ടൽ ടൈം ഒരു 5 hours അത് ട്രാവൽ ചെയ്തത്. പക്ഷേ ബാക്കി വായിച്ചു നോക്കാം. ഹി ട്രാവൽഡ് പാർട്ട്ലി ഓൺ ഫുട്ട്. കുറച്ച് കാൽനടയായി സഞ്ചരിച്ചു. അറ്റ് ദ റേറ്റ് ഓഫ് 6 കിലോമീറ്റർ പെർ അവർ. കാൽനടയായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട് അറ്റ് ദ റേറ്റ് ഓഫ് 6 കിലോമീറ്റർ പെർ അവർ. ആൻഡ് ബൈസൈക്കിളിൽ സഞ്ചരിച്ചിട്ടുണ്ട് 10 കിലോമീറ്റർ പെർ അവറിൽ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഫൂട്ടിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ചോദ്യം. ഇപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ശരിയാണല്ലോ. ഇപ്പൊ ഫൂട്ടിൽ സഞ്ചരിച്ച സ്പീഡ് ഇൻറ്റു ഫൂട്ടിൽ സഞ്ചരിച്ച സ്പീഡ് എത്രയാണ്? ഫൂട്ടിൽ സഞ്ചരിച്ച സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 6 കിലോമീറ്റർ പെർ അവർ ആണ്. ഫൂട്ടിൽ സഞ്ചരിച്ച സമയം നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, പ്ലസ് ടോട്ടൽ ഡിസ്റ്റൻസ് ആണല്ലോ നമുക്ക് വേണ്ടത്. മൊത്തം 42 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് നമുക്കറിയാം. ശരിയല്ലേ? ഇനി അടുത്തത് അതിനകത്ത് ഫൂട്ടിൽ സഞ്ചരിച്ച ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മൊത്തം ദൂരം നമ്മുടെ കയ്യിലുണ്ട് 42 കിലോമീറ്റർ ആണ്. ഇനി ബൈസൈക്കിളിൽ സഞ്ചരിച്ച സ്പീഡ് എത്രയാണ്? 10 കിലോമീറ്റർ പെർ അവർ. ബൈസൈക്കിൾ സഞ്ചരിച്ച സമയം എത്ര ആയിരിക്കും? മൊത്തം 5 മണിക്കൂറിലാണ് ജേർണി കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിലൊരു എക്സ് ദൂരം, ഒരു എക്സ് സമയം അയാൾ കാൽനടയെ സഞ്ചരിച്ചു. ബാക്കി 5 - x സമയമായിരിക്കും അയാൾ ബൈസൈക്കിളിൽ സഞ്ചരിക്കുക. ശരിയല്ലേ? ഒരു എക്സ് ദൂരം അയാൾ കാൽനടയായിട്ട് സഞ്ചരിച്ചു. ആ കാൽനടയായി സഞ്ചരിച്ച ദൂരം എന്താണോ അവർ ചോദിക്കുന്നത് അത് എക്സ് ആയിട്ട് അങ്ങ് എടുക്കുക. അപ്പൊ എക്സ് കണ്ടുപിടിച്ച ഉത്തരമായില്ലേ? ഇപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഓൺ ഫൂട്ട്, ഫൂട്ടിൽ സഞ്ചരിച്ച ദൂരം ഞാൻ എക്സ് ആയിട്ട് എടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൈക്കിളിൽ സഞ്ചരിക്കുന്ന ദൂരം എന്തായിരിക്കും? 5 - x ആയിരിക്കും. കാരണം മൊത്തവും ദൂരം 5 ആണെന്ന് ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് ദിസ് ഈസ് എത്രയാണെന്ന് അവർ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്? 42 കിലോമീറ്റർ ആണെന്നാണ് അവർ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതാണ് നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓൺ ഫൂട്ട് പ്ലസ് ഡിസ്റ്റൻസ് ഓൺ ബൈസൈക്കിൾ. ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫൂട്ടിൽ സഞ്ചരിച്ചതും ബൈസൈക്കിൾ സഞ്ചരിച്ചതുമായ ഡിസ്റ്റൻസുകളുടെ സമ്മാണ്. ഓപ്പൺ ചെയ്തേ. 6x പ്ലസ് 50 മൈനസ് എന്തുവരും? 10x ഈക്വൽ ടു 42. 6x 10x പോയാൽ മൈനസ് 4x. 42 മൈനസ് 50. 42 നിന്ന് 50 കുറച്ച് കഴിഞ്ഞാൽ -8. സോ അവിടുന്ന് x ഇസ് ഈക്വൽ ടു -8 ബൈ -4 എന്ന് വരും. അത് എത്ര വരും? മൈനസ് മൈനസ് വെട്ടി 2 വരും ആൻസർ. അപ്പൊ x എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് കിട്ടിയത്? 2 കിട്ടിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫൂട്ടിൽ സഞ്ചരിച്ച ദൂരം 6x ആണ് അല്ലെ? സോ 6 × 2 12 കിലോമീറ്റർ ആണ് ആള് ഫൂട്ടിൽ സഞ്ചരിച്ചത്. ഓപ്ഷൻ ബി 12 കിലോമീറ്റർ ആണ് നമ്മുടെ ആൻസർ വരിക. ക്ലിയർ ആണോ നോക്കിക്കേ. ഓപ്ഷൻ ബി 12 കിലോമീറ്റർ ആണ് ആള് കാൽനടയായിട്ട് സഞ്ചരിച്ച ദൂരം. ഇതായിരുന്നു നമ്മുടെ 6ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 7ാമത്തെ ക്വസ്റ്റ്യൻ. എ മാൻ ട്രാവൽസ് 3/4 ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ഹിസ് ജേർണി ബൈ ബസ്. ആളുടെ ടോട്ടൽ ഡിസ്റ്റൻസിന്റെ 4/3 ബസ്സിൽ സഞ്ചരിച്ചു. 1/6 റിക്ഷയിൽ സഞ്ചരിച്ചു. 2 കിലോമീറ്റർ ഫൂട്ടിൽ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ മൊത്തം അയാൾ സഞ്ചരിച്ച ദൂരം എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ ശ്രദ്ധിച്ചിരിക്കുക. 3/4 എന്ന് പറയുന്നത് 3/4 ഓഫ് ദ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബസ്സിലാണ് സഞ്ചരിച്ചത്. 1/6 ഓഫ് ദ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റിക്ഷയിലാണ് സഞ്ചരിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഡിനോമിനേറ്ററിൽ കാണുന്ന നമ്പേഴ്സിന്റെ LCM ആയിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഫ്രാക്ഷൻ ഇത്ര ദൂരം കവർ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ഡിനോമിനേറ്ററിൽ കാണുന്ന നമ്പേഴ്സിന്റെ LCM ആയിട്ട് എടുക്കുക. കാരണം ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ എന്താണ് 4 × 6 എന്ന് പറയുന്ന വാല്യൂ തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതിനേക്കാൾ എളുപ്പം 4 × 6 LCM എടുക്കുന്നതാണ്. 4 × 6 LCM എത്രയാണ്? 2, 2, 3 എന്ന് വരും. ശരിയല്ലേ? വീണ്ടും 2 എടുത്താൽ 1, 3 എന്ന് വരും. 3 എടുത്താൽ 1, 1.
സോ ഈ 2 4 3 4 12. 12 ആണ് അതിന്റെ LCM എന്ന് പറയുന്നത്. LCM എത്രയാണ്? 12. സോ അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് അസ്യൂം ചെയ്യുക. ശരിക്കും അല്ല അസ്യൂം ചെയ്യുകയാണ്. 12 ആണെന്ന് അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, എളുപ്പത്തിന് വേണ്ടിയിട്ടാണേ. അപ്പൊ LCM 12 കിട്ടിയ കഥ എല്ലാവർക്കും അറിയാം. LCM നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് LCM HCF ഒക്കെ പഠിക്കാനുണ്ട്. സോ ആ ടോട്ടൽ ഡിസ്റ്റൻസ് ഞാൻ എന്തായിട്ട് എടുക്കുക? 12 ആയിട്ട് എടുക്കുക. ഇനി ഓരോന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അതില് ഈ 12ന്റെ 3/4 ആണ് ബസ്സിൽ പോയത് അല്ലെ? അപ്പൊ 12 ഇൻറ്റു 3/4 എത്ര വരും? കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 4 12 3 9 കിലോമീറ്റർ ബസ്സിൽ പോയി. ശരിയല്ലേ? 1/6 എന്തിൽ പോയി? റിക്ഷയിൽ പോയി. ഇപ്പൊ 12 ഇൻറ്റു 1/6 എത്ര വരും? 2 കിലോമീറ്റർ ആണ് റിക്ഷയിൽ പോയേക്കുന്നത്. ഓക്കെ, ശരിയാണല്ലോ. അപ്പൊ ബാക്കി എത്ര കിലോമീറ്റർ ഉണ്ട്? ബാക്കി എത്ര യൂണിറ്റ് ഉണ്ട്? 12 യൂണിറ്റിൽ 9 യൂണിറ്റ് ഫില്ലായി, 2 യൂണിറ്റ് ഫില്ലായി. ബാക്കി 1 യൂണിറ്റ്. 9 10 11. ശരിയല്ലേ? യെസ്, ബാക്കി 1 യൂണിറ്റ് ഉണ്ട്. ശരിയാണല്ലോ. ആ 1 യൂണിറ്റ് ആയിരിക്കും അയാൾ എങ്ങനെ പോയത്? ഫൂട്ടിൽ പോയത്. ആ ഫൂട്ടിൽ പോയ 1 യൂണിറ്റ്, കിലോമീറ്റർ എന്ന് പറയാൻ പറ്റില്ല, അതൊരു യൂണിറ്ററി മെത്തേഡാണ്. ശരിക്കുള്ള വാല്യൂ അല്ലല്ലോ, നമ്മൾ അസ്യൂം ചെയ്തെടുക്കുന്നതല്ലേ. ബാക്കിയുള്ള 1 യൂണിറ്റ് ആയിരിക്കും അയാൾ ഫൂട്ടിൽ പോയത്. ഒരു യൂണിറ്ററി മെത്തേഡ് എന്ന് പറയും, യൂണിറ്റിലേക്ക് മാറ്റാം. ആ 1 യൂണിറ്റ് ആണ് നമുക്ക് 2 കിലോമീറ്റർ എന്ന് പറഞ്ഞ് തന്നേക്കുന്നത്. ഫൂട്ടിൽ പോയ 1 യൂണിറ്റ് ആണ് 2 കിലോമീറ്റർ അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന മൊത്തം ദൂരം 12 യൂണിറ്റ് ആണ്. അപ്പൊ 1 യൂണിറ്റ് 2 കിലോമീറ്റർ ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് 12 യൂണിറ്റ് ആണെങ്കിൽ 12 യൂണിറ്റ് എത്ര നോക്കിയാൽ പോരെ? 1 യൂണിറ്റ് 2 കിലോമീറ്റർ ആണ്. അപ്പൊ 12 ഇൻറ്റു 2 24 കിലോമീറ്റർ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ നോക്കിക്കേ. സോ അപ്പൊ മൊത്തം ആള് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ ഡി 24 കിലോമീറ്റർ ആണ് ആള് ടോട്ടലി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 8ാമത്തെ ചോദ്യം. സൂരജ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 18 കിലോമീറ്റർ ഇൻ 12 മിനിറ്റ്സ്. അപ്പം 18 കിലോമീറ്റർ 12 മിനിറ്റ് കൊണ്ട് ട്രാവൽ ചെയ്യും. If his speed is decreases by 30 km per hour, then how much time will Suraj take to cover the same distance? അപ്പൊ ആദ്യത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 18 കിലോമീറ്റർ ആണ്. ടൈം എന്ന് പറയുന്നത് 12 മിനിറ്റ് ആണ്. അപ്പൊ അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഒന്നില്ലെങ്കിൽ കിലോമീറ്റർ പെർ അവറിലായിരിക്കണം, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലായിരിക്കണം യൂണിറ്റ്. അപ്പൊ കിലോമീറ്റർ പെർ മിനിറ്റ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഇല്ല. അപ്പൊ 18/12 മിനിറ്റ് ആണ്. അതിനെ നമുക്ക് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണം അല്ലെ? ഇത് കിലോമീറ്റർ ആണ്, അവറിലേക്ക് മാറ്റണമെങ്കിൽ ഇതിനെ 60 കൊണ്ട് ഹരിക്കുക അല്ലെ? ശരിയാണല്ലോ. മിനിറ്റിനെ അവറിലേക്ക് മാറ്റണമെങ്കിൽ 60 കൊണ്ട് ഹരിക്കുക. അവറിലെ മിനിറ്റിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ 60 കൊണ്ട് ഗുണിക്കുക. സോ ഇതെന്ത് വരോടോ? 18 ഇൻറ്റു 60/12 ആണ് നമ്മുടെ സ്പീഡ്. ഇത് ഇപ്പൊ നിലവിൽ ഇതെന്താണ്? കിലോമീറ്റർ പെർ അവറിലാണെന്ന് പറയാം. ശരിയല്ലേ? സോ 12 ഗുണം 5 അല്ലേ 60? 12 ഗുണം 5 ആണ് 60. 8 5 40 0 ശിഷ്ടം 4 5 4 9. സോ 90 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ പെർ അവർ ആണ്? 90 കിലോമീറ്റർ പെർ അവർ ആണ് സ്പീഡ്. ഈ സ്പീഡ് എത്രയായിട്ട് കുറച്ചു? 30 കിലോമീറ്റർ പെർ അവർ കുറച്ചു. 90 കിലോമീറ്റർ പെർ അവറിൽ നിന്ന് 30 കിലോമീറ്റർ പെർ അവർ കുറച്ച് ബാക്കി എത്ര ഉണ്ട്? 60 കിലോമീറ്റർ പെർ അവർ ഉണ്ട്. ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ എത്ര സമയം, ഹൗ മച്ച് ടൈം വിൽ സുരാജ് ടേക്ക് ടു കവർ ദ സെയിം ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് മാറ്റുന്നില്ല. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അതേ 18 കിലോമീറ്റർ പെർ അവർ തന്നെയാണ്. സ്പീഡ് മാറ്റി. സ്പീഡ് എത്ര ആക്കി? 60 കിലോമീറ്റർ പെർ അവർ ആക്കി. അപ്പൊ ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സ്പീഡ് എത്രയാണ്? 60 കിലോമീറ്റർ പെർ അവർ ആണ് അല്ലെ? 60 കിലോമീറ്റർ പെർ അവർ ആണ്. നമുക്ക് ആൻസർ മിനിറ്റിലാണ് വേണ്ടത്. അത് ഏറ്റവും ലാസ്റ്റ് കൺവേർട്ട് ചെയ്യാം. മിനിറ്റിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതിപ്പം കിലോമീറ്റർ പെർ അവർ ആണല്ലോ. ടൈം എന്ന് പറയുന്നത് 18/60 ആണ്. 18 എന്ന് പറയുന്നത് കിലോമീറ്റർ ആണ് അല്ലെ? 18 എന്ന് പറയുന്നത് കിലോമീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ 60 എന്ന് പറയുന്നതാണ് കിലോമീറ്റർ പെർ അവർ. ഇപ്പൊ കിലോമീറ്റർ വെട്ടിക്കഴിഞ്ഞാൽ
നമുക്ക് എന്ത് കിട്ടും? 1/അവർ മുകളിൽ പോകുമ്പോൾ അവർ ആയിട്ട് മാറും. സോ ടൈം എന്ന് പറയുന്നത് 18/60 അവർ. ശരിയല്ലേ? 18/60 അവർ ആണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. ശരിയാണല്ലോ? ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. സോ മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റണമെങ്കിൽ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ ഇനി ഇത് കട്ടാക്കാൻ പോകണ്ട. ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 18/60 ആണ്. അത്രയും മണിക്കൂർ മിനിറ്റിലേക്ക് മാറ്റണമെങ്കിൽ 60 കൊണ്ട് തന്നെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 60 പോയി കഴിഞ്ഞാൽ ടൈം എത്ര കിട്ടും? 18 മിനിറ്റ് ആണ് ആൻസർ വരിക, അല്ലെ? 18 മിനിറ്റ് ആണ് ആൻസർ വരിക. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി, 18 മിനിറ്റ് ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 8ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 9ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. എ കാർ ഡ്രൈവർ ലീവ്സ് ബാംഗ്ലൂർ അറ്റ് 8:30 AM. ബാംഗ്ലൂരിൽ നിന്ന് 8:30 AM ആള് ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് എക്സ്പെക്ടഡ് ടു റീച്ച് എ പ്ലേസ് 300 കിലോമീറ്റർ അവേ. 300 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് ആൾക്ക് 12:30 എത്തണം. 12 PM എത്തണം. ഓക്കെ. At 10:30 he finds that he has covered 40% of the distance. ഓക്കെ. അപ്പൊ അത്രയും ദൂരം എത്ര സ്പീഡിലാണ് പോയെന്ന് നോക്കണം. By how much he has to increase the speed of the car in order to keep his schedule. അതായത് 12:30 തന്നെ എത്തണമെങ്കിൽ ആൾ എത്ര സ്പീഡ് കൂട്ടണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? സോ ആദ്യമേ എത്ര അവേഴ്സ് ഉണ്ടോ നോക്കുക അതിന്റെ ഇടയ്ക്ക്. ഇപ്പൊ 8:30 കഴിഞ്ഞ് 9:30, 10:30, 11:30, 12:30, ഇടയ്ക്ക് 4 മണിക്കൂറുണ്ട്. ഓക്കെ. അതില് 10:30 ആകുമ്പോൾ ആദ്യത്തെ 2 മണിക്കൂർ ആരും കവർ ചെയ്യാം. 9:30, 10:30, അല്ലെ? ആദ്യത്തെ 2 മണിക്കൂർ, അതിനുശേഷം 2 മണിക്കൂർ. അപ്പൊ ആദ്യത്തെ 2 മണിക്കൂർ സഞ്ചരിച്ചത് 40% ഓഫ് ദ ഡിസ്റ്റൻസ് ആണ് സഞ്ചരിച്ചത്. അപ്പൊ ആദ്യം ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 300 ആണ്. അതിന്റെ 40% എന്ന് പറയുന്നത് വരും ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 100 വരും. ശരിയാണല്ലോ? 0 ക്യാൻസൽ ചെയ്യാം. വീണ്ടും ഒരു 0. അതായത് 120 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത്. എത്ര മണിക്കൂറിൽ? ആദ്യത്തെ 2 മണിക്കൂറിൽ, അല്ലെ? ആദ്യത്തെ 2 മണിക്കൂറിൽ 2 അവേഴ്സിൽ 120 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പൊ ആ സ്പീഡ് കണ്ടുപിടിക്കാലോ. ഡിസ്റ്റൻസ് 120 ബൈ ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂർ. അപ്പൊ 60 കിലോമീറ്റർ പെർ അവറിലാണ് ആദ്യത്തെ 2 മണിക്കൂർ സഞ്ചരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ബാക്കി എത്ര സ്പീഡ് ഉണ്ട്? ബാക്കി എത്ര ദൂരമുണ്ട്? മൊത്തം 300 കിലോമീറ്ററിൽ 120 കിലോമീറ്റർ ഓൾറെഡി സഞ്ചരിച്ച് കഴിഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? 300 മൈനസ് 120 എത്രയാണ്? 180 കിലോമീറ്റർ ആണ് ബാക്കിയുള്ളത്. ശരിയല്ലേ? ബാക്കിയുള്ളത് 180 കിലോമീറ്റർ ആണ്. ആ 180 കിലോമീറ്റർ നോർമലി നോക്കുകയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യണം. ഇപ്പൊ എത്ര സ്പീഡിൽ പോകണമെന്ന് നോക്കിക്കേ. 180 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യണമെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. 180 ബൈ ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂർ. അതായത് 90 കിലോമീറ്റർ പെർ അവറിൽ പോയാൽ മാത്രമേ, 90 കിലോമീറ്റർ പെർ അവറിൽ ട്രാവൽ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ കാണുന്ന 90 കിലോമീറ്റർ പെർ അവറിൽ ട്രാവൽ ചെയ്താലേ എക്സ്പെക്ടഡ് ടൈമിൽ പരിപാടി കഴിയത്തുള്ളൂ. ശരിയല്ലേ? അപ്പൊ സ്പീഡ് എത്ര കൂട്ടണം? 60-ൽ നിന്ന് 90-ലേക്ക് എത്ര കൂട്ടണം? 30 കിലോമീറ്റർ പെർ അവർ സ്പീഡ് കൂട്ടിയാൽ മാത്രമേ ആൾക്ക് എക്സ്പെക്ടഡ് ടൈമിൽ അങ്ങ് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ശരിയല്ലേ? 30 കിലോമീറ്റർ പെർ അവർ സ്പീഡ് കൂട്ടണം, അല്ലെ? 60-ന്റെ കൂടെ 30 കൂട്ടുമ്പോഴാണല്ലോ 90 വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത നോക്കിയേ, 10ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫൈറ്റർ എയർക്രാഫ്റ്റ് റൺസ് അറ്റ് എ സ്പീഡ് ഓഫ് 1440 കിലോമീറ്റർ പെർ അവർ. മണിക്കൂറിൽ 1440 കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡിൽ എത്ര കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത് എന്നാണ് ചോദ്യം. സെക്കൻഡിൽ എത്ര മീറ്റർ ആണ് സഞ്ചരിക്കുന്നത് എന്നാണ് ചോദ്യം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കിയാൽ പോരെ. അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ ആണെന്ന് കിട്ടുമല്ലോ. 1440 കിലോമീറ്റർ പെർ അവർ ആണ്. മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ 5/18. ശരിയാണല്ലോ? 18 ഗുണം 4 ആണ് 18 ഗുണം 8 ആണ്, അല്ലെ? 18 ഗുണം 8 ആണ് 144. ഒന്ന് ഗുണിച്ച് നോക്കിയാടോ. 8 64 4 6 8 6 14. ശരി. 18 ഗുണം 8 ആണ് 144. സോ ഇത് കട്ട് ചെയ്യുമ്പോൾ 80 വരും, അല്ലെ? കട്ട് ചെയ്യുമ്പോൾ 80 വരും. 80 × 5 400 വരും ആൻസർ. 400 മീറ്റർ പെർ സെക്കൻഡ്. അതായത് 400 മീറ്റർ ഇൻ 1 സെക്കൻഡ് എന്നാണ് ഇതിന്റെ മീനിങ്. ഇതിന്റെ മീനിങ് എന്താണ്? 400 മീറ്റർ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 400 മീറ്റർ സഞ്ചരിക്കും. ശരിയാണല്ലോ? സോ ഓപ്ഷൻ ഡി 400 മീറ്റർ ആണ് നമ്മുടെ ആൻസർ വരിക.
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. സെറ്റ് അല്ലേ? മുന്നോട്ട് പോവാം നമുക്ക്. സോ ഇപ്പൊ എങ്കിൽ ഇവിടെ 10 ക്വസ്റ്റ്യൻ നിൽക്കട്ടെ. ഒരു ഫാൻസി നമ്പർ നിൽക്കുകയാണല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലെങ്തി ആക്കുന്നില്ല. അപ്പൊ ഈ ക്ലാസ്സിൽ നിന്ന് പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു ഒന്ന് റിവൈസ് ചെയ്തേ. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. 2 യൂണിറ്റിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഡിസ്റ്റൻസ് കിലോമീറ്റർ ആണെങ്കിൽ സ്പീഡ് അവറിലായിരിക്കണം. ഒരെണ്ണം കിലോമീറ്റർ പെർ അവർ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മീറ്ററിലാണെങ്കിൽ ടൈം എന്ന് പറയുന്നത് സെക്കൻഡിലായിരിക്കണം. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് അടുത്ത യൂണിറ്റ്. ഓക്കെ, ഇനി ഇവിടുന്ന് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം. ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റാൻ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി കൺവേർട്ട് ചെയ്യാൻ എന്താണ് ചെയ്യുന്നത്? മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കി മാറ്റാൻ, കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. ഇത് ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറയാനുണ്ടായിരുന്നത്. എല്ലാവർക്കും എല്ലാം ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷനുമായിട്ട് കാണാം. അണ്ടിൽ ദെൻ സീ.